ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് പറഞ്ഞു തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് ആധികാരികമായ ഒട്ടനവധി അറിവുകൾ നമുക്ക് പറഞ്ഞു തരുവാനും ഒക്കെ പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയാണ് നമ്മളോടൊപ്പം ഉള്ളത്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് പോകാം. ഏറെ പ്രിയമുള്ള ഡെന്നിസ് ജോയ് സർ, ഞാൻ കണ്ണൂരിൽ നിന്നും എഴുതുന്നു. ഇവിടെ 14 സെൻറ്റ് സ്ഥലത്ത് ഒരു വീട് പണിയുവാൻ തീരുമാനിച്ചു. അതനുസരിച്ച് പ്ലാൻ വരയ്ക്കുകയും ചെയ്തു. ഈ പ്ലാൻ നോക്കിയിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് ദയവായി പറഞ്ഞു തരണം. സ്ഥലത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നും ദയവായി പറഞ്ഞു തരേണ്ടതുണ്ട്. വീടിൻ്റെ പ്ലാനും ജാതകവും എല്ലാവിധ വിശദാംശങ്ങളും ഇതോടൊപ്പം വയ്ക്കുന്നു. ദയവായി മറുപടി തന്ന് സഹായിക്കണം. ഞാൻ ദേവാമൃതം സ്ഥിരമായി കാണുന്ന പ്രേക്ഷകനാണ്. പ്രോഗ്രാം വളരെ ഭംഗിയായിരിക്കുന്നു. കൗമുദി ടിവിക്കും അണിയറ പ്രവർത്തകർക്കും നന്ദി എന്ന് മനോജ്. വളരെയധികം നന്ദി. ഇത് ഈസ്റ്റിലോട്ട് ദർശനമായിട്ടുള്ള വീടായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ കിഴക്ക് വടക്ക് ഭാഗത്തായിട്ട് ഇവരൊരു കാർ പോർച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാരണം കിഴക്ക് വടക്ക് ഭാഗത്ത് ഇവർക്ക് സ്പേസ് വളരെ കുറവാണ്. അപ്പം കിഴക്ക് വടക്ക് ഭാഗത്തായിട്ട് ഇവർ കാർ പോർച്ച് ഇവർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാർ പോർച്ചിന് ബേസിക് ഫൗണ്ടേഷൻ കൊടുത്തിട്ട് മാത്രമേ ഇവർ കാർ പോർച്ച് ആക്കുക. അതുപോലെ കിച്ചൺ നിൽക്കുന്നത് ഇതിൻ്റെ വടക്ക് ഭാഗത്തായിട്ടാണ്. കാരണം വെച്ചാൽ വടക്ക് ഭാഗത്തോ തെക്ക് ഭാഗത്തോ നമ്മൾ കിച്ചൺ സാധാരണ പ്ലാൻ ചെയ്യാറില്ല. കാരണം വെച്ചാൽ ഇത് വടക്ക് ഭാഗത്ത് ഈ കിച്ചൺ വരാൻ മെയിൻ കാരണം വെച്ചാൽ ഇതിൻ്റെ കിഴക്ക് വടക്ക് ഭാഗത്ത് ഈ വീടിനകത്തോട്ട് കയറിയിട്ടാണ് നമ്മൾ ശരിക്കും ഇതിനകത്ത് ഇവർ കാർ പോർച്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അടുത്ത സ്ഥാനം കിച്ചൺ വരുമ്പോൾ അത് വടക്ക് ഭാഗത്തായി പോയതാണ്. അപ്പം ഈ വടക്ക് ഭാഗത്തെ കിച്ചൺ ഇവർ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇവർ മാറ്റി സ്ഥാപിക്കുക. അതുപോലെ വടക്ക് ഭാഗത്തായിട്ട് കിച്ചൺ വന്നു കഴിഞ്ഞാൽ നമുക്കെപ്പോഴും ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് ക്ലിയർ ചെയ്യണം. അതുപോലെ ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട്. അത് ശരിക്കും ബ്രഹ്മസൂത്രം മുട്ടിയാണ് ആ ടോയ്ലറ്റ് നിൽക്കുന്നത്. അതിനി ഇവർക്ക് മാറ്റാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിലവിലുള്ള ടോയ്ലറ്റിൻ്റെ ഹൈറ്റ് ഒരു 50 സെൻറ്റിമീറ്റർ കുറച്ചിട്ട് സ്ട്രെസ് വർക്ക് ചെയ്തെടുത്തിട്ട് ബ്രഹ്മസൂത്രം ഓപ്പൺ ചെയ്ത് വിടുക. അതൊരു കോമ്പസ് വെച്ചിട്ട് കൃത്യമായിട്ടുള്ള അളവിൽ ബ്രഹ്മസൂത്രം ഓപ്പൺ ചെയ്ത് വിട്ടാൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. അതുപോലെ ചുറ്റളവ് എടുക്കുമ്പം ഒരു 130 സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുക്കുകയാണെങ്കിൽ 63 കോൽ വരും. വൃഷയോനിയാണ്, തൃക്കേട്ട നക്ഷത്രമാണ്, യൗവനത്തിനാണ്, ഉത്തമമായിട്ടുള്ള കണക്കിലാണ്. അപ്പം ചുറ്റളവ് കൂടി ക്ലിയർ ചെയ്തെടുക്കുക. കാരണം ചില ചുറ്റളവുകളും നമുക്ക് നല്ല ഫലങ്ങളും ചില ചുറ്റളവുകളും മോശഫലങ്ങളുമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു ചുറ്റളവ് എടുക്കുമ്പോൾ ബാല്യമുണ്ട്, കൗമാരമുണ്ട്, യൗവനമുണ്ട്, വാർദ്ധക്യമുണ്ട്, മരണച്ചുറ്റുണ്ട്. അപ്പം വാർദ്ധക്യ ചുറ്റും മരണച്ചുറ്റുകളൊന്നും നമ്മൾ ഒരിക്കലും നമ്മൾ വാസ്തുവിൽ നമ്മൾ എടുക്കാറില്ല. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള യൗവനത്തിലുള്ള ചുറ്റിലേക്ക് ഇത് മാറ്റിയെടുക്കുകയാണെങ്കിൽ കൂടുതൽ ഗുണഫലങ്ങൾ ഇവർക്ക് കിട്ടും. അതുപോലെ ബെഡ്റൂമിൻ്റെ സൈസ് നിൽക്കുന്ന മരണച്ചുറ്റിലാണ്. ഒരു 30 സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുത്താൽ അത് ബാല്യത്തിലേക്ക് വരും. അതുപോലെ സ്റ്റെയർ കേസ് സൗത്ത് ഈസ്റ്റ് ഭാഗത്താക്കുക. അത് ഹാളിലായിരിക്കണം. ഇപ്പം നിൽക്കുന്ന സ്റ്റെയർ കേസിൻ്റെ സ്ഥാനം മാറ്റി ഹാളിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കുക. അതുപോലെ വീടിൻ്റെ കിഴക്ക് വടക്ക് ഭാഗത്തായിട്ട് കിണർ കുഴിക്കുക. ഗേറ്റിൻ്റെ ഭാഗം ഈ പ്ലോട്ടിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തോ അല്ലെങ്കിൽ മദ്യം വിട്ട് ഈസ്റ്റ് ഭാഗത്തിലേക്ക് മാറ്റി സ്ഥാപിക്കുക. അത് മുകൾ നിലയിലായിട്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു മുറി കൂടി ഇവർക്ക് കൂട്ടിയെടുക്കാം. കാരണം ഇവർക്ക് ബിസിനസ് പരമായിട്ടും തൊഴിൽപരമായിട്ടൊക്കെ വളരെ ഉയർച്ച ഉണ്ടാകുന്നത് കാരണമായി തീരും. അതുപോലെ വസ്തു തെക്ക് കിഴക്ക് ദിക്കിലേക്ക് നീണ്ടിരിക്കുന്ന ഒരു വസ്തുവായിട്ടാണ് കാണുന്നത് വെച്ചാൽ ആ ഒരു ഭാഗം തെക്ക് കിഴക്ക് ദിക്കിലേക്ക് നീണ്ടിരിക്കുകയാണെങ്കിൽ രോഗങ്ങളും കടബാധ്യതകളും ഒക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇവർ ചെയ്യുമ്പോൾ അത് ഭൂമിക്ക് അടിയിൽ കൂടി ഇവർ ബേസിക് ഫൗണ്ടേഷൻ കിട്ടി അതിനെ സ്കോർ ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു ദോഷം പൂർണ്ണമായിട്ടും മാറി കിട്ടും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം വീടിൻ്റെ പ്ലാനിൽ ഇവർ കറക്റ്റ് ചെയ്തിട്ട് വീട് പണി സ്റ്റാർട്ട് ചെയ്യുക. മറ്റ് ദോഷങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. ഇവർ പണിഞ്ഞു വരുന്നതേ ഉള്ളൂ. അപ്പം ഇപ്പോൾ ആകുമ്പോൾ ഇവർക്ക് എന്തും ഇതിനകത്ത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചേഞ്ചസ് വരുത്തിയ ശേഷം വീടിൻ്റെ പണി കണ്ടിന്യൂ ചെയ്യും. ഇപ്പോൾ ഇവിടെ ഒരു പ്ലാൻ വരച്ചപ്പോൾ അത് മരണച്ചുറ്റിലെടുത്തു എന്ന് പറഞ്ഞില്ലേ, അപ്പം അത് പ്ലാൻ വരയ്ക്കുന്നതിൻ്റെ മിസ്റ്റേക്കാണോ അതോ അങ്ങനെ തന്നെ എടുക്കുന്നതാണ്? എന്താണ്? ഇല്ല, നമുക്ക് ചില കണക്കുകൾ എടുക്കുമ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ല ചുറ്റളവ് വരാം. നമ്മളെപ്പോഴും ഒരു ചുറ്റളവ് എടുക്കുമ്പോൾ ഒന്നില്ലത് ബാല്യത്തിലായിരിക്കും, അല്ലെങ്കിൽ അത് കൗമാരത്തിലായിരിക്കും, അല്ലെങ്കിൽ യൗവനത്തിലായിരിക്കും. ഒരിക്കലും നമ്മുടെ വാർദ്ധക്യ ചുറ്റം മരണ ചുറ്റം നമ്മൾ എടുക്കാറില്ല. ഇപ്പം നമ്മളൊരു കണക്ക് നോക്കാതെ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ അത് വാർദ്ധക്യ ചുറ്റി വരാം, ചിലപ്പോൾ അത് മരണ ചുറ്റി വരാം. പക്ഷെ നമ്മൾ ഇപ്പോൾ യൗവനത്തിലാണെങ്കിൽ തന്നെ അതിൻ്റെ നല്ല ചുറ്റുണ്ട്, മോശം ചുറ്റുണ്ട്. ബാല്യത്തിലാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ബെറ്ററായിട്ടുള്ള ചുറ്റുണ്ട്, ചില മോശം ചുറ്റുണ്ട്. അപ്പോൾ ചില അളവുകൾ അവരുടെ നമ്മൾ പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് അവർക്ക് കൂടുതൽ ബെറ്ററായിട്ടുള്ള അളവിലേക്ക് ഇവർക്ക് നമ്മൾ വരച്ചെടുക്കുമ്പം അതിനകത്ത് കുറച്ചുകൂടി ഒരു പോസിറ്റീവ്നെസ് നമുക്ക് എപ്പോഴും ഉണ്ടാവും. നമ്മൾ നേരത്തെയുള്ള എപ്പിസോഡിൽ പറഞ്ഞു ഒരു കസേര പണിയുന്നതിന് നമുക്കൊരളവുണ്ട്, എങ്കിലും നമുക്ക് അതിലുള്ള ഇരിപ്പ് നമുക്ക് കംഫർട്ടാവും. അതുപോലെ കട്ടിൽ പണിയുമ്പോഴും നമുക്കൊരളവുണ്ട്, എങ്കിലും അതിലെ കിടപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് സ്മൂത്ത് ആവത്തുള്ളൂ. അതുപോലെ ഒരു മുറി ചെയ്യുമ്പോഴും വീട് ചെയ്യുമ്പോഴും കൃത്യമായിട്ട് നല്ലൊരു കണക്കിലാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് താമസിക്കുമ്പോൾ കൂടുതൽ ഗുണഫലങ്ങളും ഐശ്വര്യങ്ങളും നമുക്കുണ്ടാവും. അത് തന്നെയല്ല, നമുക്കിപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഇവർ നിലവിൽ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഇവരൊരു വാർദ്ധക്യ ചുറ്റിലോ മരണ ചുറ്റിലോ മോശമായുള്ള ഒരു ചുറ്റളവിലോ ഇവർ ആ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നീട് നമ്മളൊരു കറക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് വെളിയിലോട്ടൊക്കെ കൂട്ടിയെടുക്കുമ്പോൾ മുറികളുടെ സ്ഥാനങ്ങൾ മാറിപ്പോകും. അപ്പോൾ ഇപ്പോൾ ഇവർ നിലവിൽ പണിഞ്ഞു വരുമ്പം
ഇതിനകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ നമുക്ക് റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാം, ചെറിയ കറക്ഷൻ ചെയ്യുമ്പോൾ ആ വിഷയം പൂർണ്ണമായിട്ടും മാറി കിട്ടും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് വിഷയങ്ങളായിട്ടുള്ളൂ. അപ്പം ഒരു പ്ലാൻ വരയ്ക്കുമ്പോൾ അത് നല്ലൊരു ചുറ്റളവിൽ നമ്മൾ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് വാസ്തു ജ്യോതിഷ ആചാര്യൻ ശ്രീ ഡെന്നിസ് ജോയൽ എന്ന മറുപടി ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക, പ്രശ്നപരിഹാരങ്ങൾ ഉറപ്പിക്കുക. അതുപോലെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതുക. എഴുതിയിരിക്കേണ്ട വിലാസം: ജ്യോതി പ്രൊഡ്യൂസർ, ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിൻ്റെ മനോഹരമായ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു പുതുമ നിറഞ്ഞ അധ്യായമായി നാളെ വീണ്ടും ഇതേ സമയം കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. അറിയുന്നു നാം ഈ നിത്യ ചൈതന്യത്തെ, ഋതുക്കൾ പകർന്ന ഗുരുവര്യന്മാരിലൂടെ കാലങ്ങൾക്കിപ്പുറവും അണയാത്തൊരു നാളം കൃപയായി പകർത്തുന്നു ദേവാമൃതം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ, വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ അറിവിൻ്റെ ആ ദിവ്യപ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം. ഗുരുവരുളാകുന്ന ദേവാമൃതം.